വഴിതെറ്റിപ്പോയനെ. ഇതാണ് വരാട്ടുമേട് റോഡ്. അയ്യോ സീനെ. സോ അതൊരു ആക്റ്റീവ് അല്ലേ പോകുന്നേ? നോക്കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, ഇല്ലില്ല. എന്നിട്ടും ട്രാക്കിലേക്ക് ഒരു പ്രാവശ്യം പോലും നോക്കാത്ത ഒരാള് റോഡ് യൂസിന് വേണ്ടി എന്തിനീ ബൈക്ക് എടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. സോ അതൊരു ആക്റ്റീവ് അല്ലേ പോകുന്നേ? നമ്മള് ഒരു വണ്ടിയായിട്ട് സ്വാപ്പ് ചെയ്യാൻ പോവാണ്. അത് പക്ഷെ ആക്റ്റീവ് അല്ല, ആ പോകുന്ന ആളുടെ RC200 സോ നമുക്ക് വന്ന നെക്സ്റ്റ് മെസ്സേജ് ആണ് നമ്മുടെ കട്ടപ്പന തന്നെയുള്ള ഒരു ബ്രോയുടെ RC ഓടിച്ച് നോക്കുന്നുണ്ടെന്ന്. സോ ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഒരു RC കുറച്ച് നേരം കയ്യിൽ വെച്ച് കുറച്ചധികം ഓടിച്ച് നോക്കണം. കാര്യം ഞാൻ കൂടുതലും നേക്കിഡ് അല്ല അപ്രൈറ്റ് വണ്ടികളാണ് ഓടിക്കാറ്. എനിക്കതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് ഇഷ്ടം. സോ RC കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഫോർ മീ. എന്തായാലും ഭയങ്കര സന്തോഷം. എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ്, വണ്ടി ഓടിക്കാൻ ഇറങ്ങുന്ന എപ്പോഴും ഞാൻ ഹാപ്പിയാണ്. നമ്മൾ ഈ മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് ആയിട്ട് കണക്ട് ആവുന്നവരെല്ലാവരും ഇങ്ങനെയാണ്. അതായത് നമ്മൾ നമ്മുടെ വണ്ടിയെ കെയർ ചെയ്യുന്ന പോലെ കെയർ ചെയ്യുന്ന മറ്റൊരാളുണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ ഭയങ്കര കണക്ഷൻ ആവും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയാണ്. അത് രണ്ട് മോട്ടോർ സൈക്കിളിസ്റ്റിനെ മനസ്സിലാവുള്ളൂ. ആണ്ടിരിക്കും. അതെ, അത് നന്നായി. വേണ്ട വേണ്ട വേണ്ട, ഇല്ലില്ല. ഇത് ബ്രോ വെച്ചോ, നമുക്ക് ഇല്ലടോ. ഒന്ന് കുലുക്കി നോക്കി. ഉണ്ട് ഉണ്ട് ഉണ്ട്, സുഖമായിട്ട് പോക്കോളൂ. ഇതിലൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു 2 ലിറ്റർ കൂടെ ഇതേ കാണും. ചെറിയൊരു അടിപ്പ് കാണുമായിരിക്കും. ക്ലാമ്പോ? ഇല്ല, ഒരുമാതിരി ടൈറ്റാ. എൻ്റെ ഇതുപോലെ ഒരു ചെറിയ ഇളക്കം വന്നപ്പോഴാണ് ഞാൻ ഊരി വെച്ച്. ഇതിനും ഉണ്ടായിരിക്കും അല്ലേ. ഞാൻ പ്രതീക്ഷ മുഖം തന്നെയായിരുന്നു. ഞാൻ ഇതൊന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതാ ഞാൻ, നമ്മളെല്ലാവർക്കും ഒരു മുഖം ഉണ്ടാവുമല്ലോ മനസ്സിൽ. എന്നാ ഞാൻ പോയിട്ട് വരാം. ഇത് വെച്ചോ. ഇന്ന് വൈകുന്നേരം വരാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ നാളെ ആണേലും കുഴപ്പമില്ലല്ലോ, അങ്ങനെ ചെയ്യാം. എന്തായാലും എനിക്കും പേടിയൊന്നുമില്ല. വണ്ടി നല്ലൊരാളുടെ കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്കും വേറെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ എന്തായാലും കാണാൻ കേട്ടോ. ഞാൻ എന്നാൽ പോയിട്ട് വരാം. ഓക്കെ അല്ലേ? ഹൈ, എന്നാൽ ഓക്കെ കേട്ടോ. സോ ഹാപ്പി. നല്ലൊരു ബൈക്കിംഗ് ബ്രദറിനെ കണ്ടുമുട്ടി. എന്താണെന്നറിയില്ല, ആളോട് സംസാരിച്ചപ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു സാന്റാന്നുള്ളൊരു ക്രിയേറ്ററിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതാണ്. എനിക്ക് വണ്ടികൾ ഓടിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നു. മോനെ, ഇതാണ് ക്ലച്ച്ലെസ് പറയുന്ന അക്രമം. നമുക്കിത് ഡ്യൂക്കില് അപ്രൈറ്റ് ആയിട്ടിരുന്ന് ഓടിക്കുമ്പം ഈ ടോണിൽ കിട്ടില്ല. പക്ഷേ എന്താണോ സ്ക്രാപ്പ് ചെയ്ത് സ്റ്റാൻഡാണോ? ആക്ച്വലി ടോപ്പ് സ്പീഡിലേക്ക് കയറുക എന്നുള്ളതല്ല ഇതിൻ്റെ ഫണ്ണ്. അതും ഒരു ടൈപ്പ് രസമാണ്. പക്ഷെ കോർണറിൽ ഇട്ട് ഓടിക്കണം മോനെ, അഗ്രസീവായിട്ട്.
RC എപ്പോഴും നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് വണ്ടിയാണ് ഇൻ ടേംസ് ഓഫ് ഈ ലുക്സ്. ഇതുവരെ ഇറങ്ങിയ സിംഗിൾ സിലിണ്ടർ സ്പോർട്സ് ബൈക്സിൽ ഇതുപോലൊരു ലുക്സ്, ഈവൻ R15ൻ്റെ പുതിയ ജനറേഷൻസോ അല്ലെങ്കിൽ RR3 ഒക്കെ നല്ല ലുക്കുള്ള വണ്ടികളാണെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ സ്റ്റൈലിംഗ് ഉണ്ടല്ലോ, പ്ലസ് ആ പ്രിസിഷൻ എഞ്ചിനീയറിങ്. നമ്മുടെ പരിപാടി നമുക്ക് നേരെ വാഗമണ് പാലഴുമ്പാറ റൂട്ടൊന്ന് പോകാമെന്നോർത്താണ്. അവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ വെയിലായതുകൊണ്ട് വെള്ളം ഉണ്ടാവുമോ ഒന്നും അറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. ശരിക്കും വാഗമണ് പോകേണ്ട റൂട്ട് റൈറ്റാണ്. നമുക്ക് പാലഴുമ്പാറ ഒന്ന് മാപ്പിട്ട് ഇട്ടേക്കാം. ഇനി 48 കിലോമീറ്ററിലാണ് അടുത്ത ടേണുള്ളത്. മാപ്പ് നമ്മുടെ ഹെഡ്സെറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഡയറക്ഷൻ. ഇത് അത്യാവശ്യം കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ അത്യാവശ്യം ശ്രദ്ധിച്ചാൽ മതി. കറക്റ്റ് ടേണിനൊരു 1/2 കിലോമീറ്റർ മുന്നേ അല്ലെങ്കിൽ 200 മീറ്റർ മുന്നേ പറയും, കറക്റ്റ് ടേൺ ആകുമ്പോഴും പറയും. നമ്മൾ ശ്രദ്ധിച്ചങ്ങ് പോയാൽ മതി. മാപ്പ് ഇങ്ങനെ ഹോൾഡറിൽ വെച്ച് നോക്കിക്കൊണ്ടിരിക്കണമെന്നില്ല, നമ്മൾ ശ്രദ്ധയും ഡിസ്ട്രാക്റ്റ് ആവില്ല. ഫോണിന് നല്ലതാണ്. നമുക്കൊരു പാട്ടൊക്കെ വെച്ചങ്ങ് പോയേക്കാം. വാഗമൺ ഇരാറ്റുപേട്ട പുള്ളിക്കാണ്. ഏലപ്പാറയെന്ന റൈറ്റ്. DTPC റെസ്റ്റോറൻറ്റ്. ഇവിടെ എന്തൊക്കെ കിട്ടുക? ഇതാ പോകുന്നതാണ് നമ്മുടെ ഹൈവേ. നമ്മളവിടെ നിന്ന് ഒരുപാട് പ്രാവശ്യം ഈ സ്ഥലത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ വഴിയാണ് ഇങ്ങനെ വളച്ച് പോകുന്നതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ടൈമിൽ പോയാൽ വെള്ളം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഞാൻ ഒരുപാട് നാളായിട്ട് ഈ റോഡ് വരണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പാലഴുമ്പാറ കാണാനല്ല, വരാട്ടുമേട് കയറാൻ. ഇപ്പോൾ വരാട്ടുമേടിനുള്ള ഓഫ് റോഡ് കുറേ ഒഴിവാക്കി എന്നൊക്കെ പറയുന്നു. RC കൊണ്ട് സ്റ്റിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. എന്തായാലും പാലഴുമ്പാറ വരെ ചെല്ലണം. എന്നിട്ട് നമുക്ക് നോക്കാം വരാട്ടുമേട്ടേക്കുള്ള സിറ്റുവേഷൻ എങ്ങനെയാന്ന്. എൻ്റെ മോനെ ഏതാ ബ്യൂട്ടി. 4 മണിക്കാറ്റ്. ഇപ്പം മയിൽക്കുറ്റിയായിരുന്നേനെ. എൻ്റെ മോനെ പക്ഷെ വ്യൂ കിടിലൂസ്കി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോറി ചേട്ടാ, വണ്ടി വെച്ചൊരു ഫോട്ടോ എടുക്കാൻ വന്ന. ഇവിടെ വെച്ചൊരു ഫോട്ടോ എടുത്തിട്ട് പോവാം. ബൈക്ക് വെച്ചേ ഒരു ഫോട്ടോ എടുക്കാൻ വന്ന. മുകളിലോട്ട് പോയാൽ നല്ല വ്യൂ കിട്ടുമോ? ഇല്ല. ആ ഓക്കെ നടക്കട്ടെ. ബോണാമി എന്ന് പറഞ്ഞ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ്. വരാട്ടുമേടിൻ്റെ ഒരു വ്യൂ ഒക്കെ കാണുന്നുണ്ട്. എൻ്റെ മോനെ ഇതെന്തത്? ഈ പാലഴുമ്പാറയ്ക്ക് പോകുന്ന വഴി ഇതാണ് നേരെയാ? ഓക്കെ. ഈ താഴോട്ടോ? ഓക്കെ. ഈ ജംഗ്ഷനിൽ നിന്ന്, ഈ ആൽമരയുള്ള ജംഗ്ഷനിൽ നിന്ന് ഈ റോഡ് നമ്മളിപ്പോഴും മാപ്പിട്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ വോയിസ് അസിസ്റ്റൻ്റ് സൗണ്ട് കേട്ടൊക്കെ പോകുമ്പോൾ ഒന്ന് പുറത്തായാലും കാണാനായി ചോദിക്കുന്നത് നല്ലതാണ്. 600 മീറ്റേഴ്സിൽ എത്തുമെന്നാണ് ഗൂഗിൾ മാഡം പറയുന്നത്. ചേച്ചി, പാലഴുമ്പാറ വ്യൂ ഇങ്ങോട്ടാണോ? അങ്ങോട്ടോ? നിങ്ങൾ നോക്കി, തീ എത്തുന്നുണ്ടോ? ഈ സീൻ ഇതിങ്ങനെ കൺട്രോൾഡ് ആയിട്ട് ഫയർ ലൈൻ തെളിച്ചിട്ട് തീ കത്തിച്ച് വിടാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന കാട്ടുതീ ഒഴിവാക്കാൻ വേണ്ടി ഓൾറെഡി അങ്ങ് കത്തിച്ച് ഒഴിവാക്കി വിടുന്ന ഈ സീന്. ഇതിപ്പോൾ കൺട്രോൾഡ് ആയിട്ടാണോ അൺകൺട്രോളബിളായിട്ട് പോകുന്നതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ക്ലിയർ ആയിട്ടാണ് പോകുന്നത്. കത്തിയ ഭാഗവും കത്താത്ത ഭാഗമൊക്കെ കണ്ടോ? നമ്മൾ കൊള്ളാം കേട്ടോ. ഈ സൈഡിൽ എവിടെയെങ്കിലും ആയിരിക്കും ഈ പാലഴുമ്പാറ എന്ന് പറയുന്ന സംവിധാനം. ചേച്ചി, ഈ പാലഴുമ്പാറ വ്യൂ ഈ വഴിക്കാണോ?
ഞാൻ അവിടെ നിന്ന് വന്നത്, വെള്ളം ഇല്ലാത്തോണ്ടാന്ന് തോന്നിയത്, ശ്രദ്ധിക്കാൻ. ഈ വഴിയിൽ നിന്നാ വല്ല വ്യൂ കിട്ടുമോ? ഇല്ല, മുകളിലോട്ട് കയറിയില്ല, കയറുന്നില്ലെന്ന് ഓർത്ത്. ഇതുമായിട്ട് കയറി പോകാൻ പാടായിരിക്കുമല്ലോ. ആ ഓക്കെ, ശരി, എന്നാൽ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. പുല്ല് കാണാമെന്ന് നമ്മൾ കണ്ടിട്ടേ പോകുള്ളൂ, വേറെ കാര്യം. അങ്ങനെ പറ. അപ്പോൾ ഇതാണ് പാലഴുവൻ പാറ. നമ്മൾ ഈ വഴി പാസ് ചെയ്താണ്, പക്ഷെ വെള്ളം ഇല്ലാത്തതുകൊണ്ടും ഇതിങ്ങനെ കിടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചില്ല. അപ്പം ഇതാണ് പാലഴുവൻ പാറ. ഇപ്പോൾ വഴിതെറ്റിപ്പോയേനെ. ഇതാണ് വരാട്ടുമേട് റോഡ്. നമുക്ക് വെള്ളമുള്ള ഒരു സമയത്ത് വരാട്ടുമേട് പോവാം. മാപ്പ് നോക്കി വരുന്നവരാണ് ഇതിലെല്ലാം വരുന്നവർ. കാറൊക്കെ ആയിട്ട് ഇതിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ബ്ലോക്ക് ആവും. അപ്പോൾ പിക്കപ്പ് അവിടെ ടേൺ ഒടിയാൻ പറ്റാത്തത്ര വലിയ വളമായിരുന്നു. നമ്മൾ അതിനെ തൊട്ട് പുറകിൽ വരികയായിരുന്നു. ഞാൻ അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല. ഇപ്പം തട്ട് കിട്ടിയേനെ. സീൻ ലൊക്കേഷൻ. ഫോട്ടോ എടുക്കാനായിട്ട് ഇത്ര പറ്റിയൊരു ഫ്രെയിം വേറെ ഉണ്ടാവില്ല. അരെ വാ, പഞ്ചാനനി പഞ്ചാനനി. ട്രെയിൻ അത്യാവശ്യം ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ വേണമെന്ന് കഴിച്ചോണ്ട് വരാം. ചെയിനൊന്ന് ലൂബ് ചെയ്യാനാ. കഴിക്കൊണ്ട് വരാം. ശരിക്കും വാട്ടർ സർവീസ് ചെയ്യുന്നതല്ല, നമ്മുടെ ചെയിൻ ഒന്ന് വാഷ് ചെയ്യാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു മൊത്തത്തിൽ ഒന്ന് വെള്ളം ഒഴിച്ച് തരും. എഴുതിയിട്ടുണ്ട് ഞാൻ ആ QR കോഡിലെ. RC ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാക്ക് ഫോക്കസ്ഡ് ആയിട്ടുള്ള മെഷീനാണ്. അതിപ്പോൾ എഞ്ചിനായാലും ആയിക്കോട്ടെ, ഒരു പവർഫുൾ ആയിട്ടുള്ള ഹൈ ഡ്രൈവിംഗ് എഞ്ചിനാണ്. സസ്പെൻഷൻ സ്റ്റിഫാണ്. പോസ്റ്റർ അത്യാവശ്യം വളരെ കമ്മിറ്റഡ് ആണ്. എന്നിട്ടും ട്രാക്കിലേക്ക് ഒരു പ്രാവശ്യം പോലും നോക്കാത്ത ഒരാൾ റോഡ് യൂസിന് വേണ്ടി എന്തിനീ ബൈക്ക് എടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇതിൻ്റെ ലുക്സാണ്. ഈവൻ ഞാൻ പോലും പലവട്ടം ആലോചിച്ചിട്ടുണ്ട് RC എടുത്താലോന്ന്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടും പിന്നെ എനിക്ക് വേണ്ടത് ഒരു ഓൾ ഇൻ വൺ ബൈക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഡ്യൂക്കിലേക്ക് പോയത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും RC എടുക്കാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് മൈൻഡിൽ വെച്ചോളൂ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സെക്കൻഡറി ബൈക്കായിട്ടുള്ള ഒരു ഫാമിലി ബൈക്കിൻ്റെ യൂസ് ഉണ്ടാവും. അത് ചിലപ്പോൾ കുറച്ച് പ്രായമുള്ള ഒരാളെ പില്ലനായിട്ട് ഇരുത്തുമ്പോഴോ അല്ല കുറച്ച് സാധനങ്ങൾ വാങ്ങി പോകേണ്ടി വരുമ്പോഴോ ഒക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ RC വാങ്ങുന്ന എല്ലാവരും മസ്റ്റായിട്ടൊരു സെക്കൻഡറി ബൈക്ക് കൊണ്ട് നടക്കണം എന്നല്ല ഞാൻ പറയുന്നത്. സിംഗിൾ ബൈക്കായിട്ട് ഇത് യൂസ് ചെയ്യുന്നവരും ഉണ്ട്, അതങ്ങനെ ചെയ്യാം. പിന്നെ ഇതൊരു ലോങ് റണ്ണിലേക്ക് വെച്ച് നിങ്ങൾ യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫിസിക്ക് വേണ്ടി വരും. കാര്യം അത്യാവശ്യം ബാക്ക് പെയിന്, ഷോൾഡർ പെയിന്, റിസ്റ്റ് പെയിന് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില ബിഗിനേഴ്സ് എൽബോ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ഓടിക്കുന്നുണ്ട്. രണ്ടേ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിസ്റ്റിലേക്കും ഷോൾഡറിലേക്കും പ്രഷർ കൂടുതൽ ചെല്ലും. ഈ രണ്ട് ജോയിൻസിലും പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബാക്ക് പെയിനും ഉണ്ടാവാം. കറക്റ്റായിട്ടുള്ള വേ ഈ സ്പോർട്സ് ബൈക്കുകളൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എൽബോ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് വെക്കുക. പെട്ടെന്ന് റോഡിൽ നിന്ന് എന്തെങ്കിലും അബ്സോർഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഷോക്ക് അബ്സോർവർ പോലെ ഈ എൽബോ പ്രവർത്തിക്കുന്ന രീതിയിൽ വെക്കുക. പിന്നെ വലിയ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാതെ സാധാരണ വണ്ടി ഓടിക്കുന്ന പോലെ കുറച്ച് ലൂസായിട്ട് പിടിക്കുക. പിന്നെ നിങ്ങളുടെ തൈസ് വെച്ച് ടാങ്ക് അത്യാവശ്യം ഹഗ് ചെയ്ത് ഗ്രിപ്പ് ചെയ്ത് പിടിക്കുക. അപ്പം തന്നെ നമ്മുടെ മെയിൻ പ്രഷർ പോയിൻറ്റ്സിലേക്കുള്ള പ്രഷറെല്ലാം ഒഴിവാകും. ഒരു സ്മൂത്തായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടും. എന്ന് കരുതി ഫുൾ ഫ്രീ ആവും. നിങ്ങളൊരു ക്രൂസറിൽ പോകുന്ന പോലെ ഫുൾ ഡേ ഇരുന്ന് ഓടിക്കാമെന്നൊന്നുമല്ല. ഇറ്റ് ഹാസ് എ സെർട്ടൻ ലെവൽ ഓഫ് പെയിൻ നിങ്ങളിത് ഓടിക്കുമ്പോൾ ഇത്രയും കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ. പ്ലസ് നിങ്ങൾക്കൊരു പില്ലിനൂടുണ്ടെങ്കിൽ അതൊരു ലവിങ് ഗേൾ ഫ്രണ്ടും കൂടെ ആണെങ്കിൽ അവരുടെ വെയിറ്റും കൂടെ നമ്മുടെ ഈ കയ്യിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും വാങ്ങാൻ പ്ലാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഒരു 1-2 ദിവസം വണ്ടി എവിടുന്നേലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ റെൻ്റൽ ഓപ്ഷൻസ് ആണെങ്കിലും ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. ഒരു 1-2 ദിവസം വണ്ടി കയ്യിൽ വെച്ച് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതുപോലെ ആഗ്രഹമാണ്, ഡ്രീം ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ആലോചിക്കേണ്ട, എടുക്കുക. വണ്ടി നിങ്ങൾക്ക് സെറ്റ് ആവാനുള്ള കേസുകൾ വർഷങ്ങളായിട്ട് RC വെച്ച് ഉപയോഗിക്കുന്നവരുണ്ട്. ഇത് വെച്ച് ഓൾ ഇന്ത്യ ഒക്കെ ചെയ്ത ആൾക്കാരുണ്ട്. RC ഓൺ ചെയ്യുന്ന പലരും പറഞ്ഞിട്ടുണ്ട് ബാക്ക് പെയിൻ ആയതുകൊണ്ട് വണ്ടി കൊടുക്കാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് മിക്കവരും വണ്ടി എടുക്കുന്നത്. അത് ഈ വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. സ്റ്റിൽ 2014-15 ലോഞ്ചായ വണ്ടിയാണ്. ഇപ്പോൾ 10-11 വർഷം കഴിഞ്ഞിട്ടും ഇതിൻ്റെ ലുക്സിൻ്റെ ഫാൻ ബേസ് കൂടിയിട്ടേ ഉള്ളൂ. അതുതന്നെയാണ് ജനറേഷൻ 2 വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ലെവലിൽ സക്സസ് ആവാത്തതിൻ്റെ ഒരു കാര്യം. ഓഫ് കോഴ്സ് ഒരു ബൈക്കിൻ്റെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ജനറേഷനേക്കാൾ മുകളിൽ നിൽക്കണമല്ലോ. ടെക്നോളജി വൈസ്, ഫീച്ചർ വൈസ് Gen 2 RC ഒത്തിരി ബെറ്ററാണ്. പക്ഷേ ലുക്സ്, ഈ ഒരു ലുക്കിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ലെവലിലായിരുന്നില്ല Gen 2 വന്നത്. അതുകൊണ്ടാണ് അതത്ര അങ്ങ് ഹിറ്റ് ആവാതെ പോയത്. സ്റ്റിൽ ഇതൊരു വാല്യൂ ഫോർ മണി പാക്കേജാണ്. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വണ്ടി യൂസ്ഡ് മാർക്കറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വണ്ടിയോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പലരുടെ ഒരു ഡ്രീം ബൈക്കാണ് ഇപ്പോഴും ഇത്. ഈ വണ്ടി എടുക്കുന്നതിൽ 90% പേരും ഇതിൻ്റെ ലുക്ക് കണ്ട് വീണുപോയവരാണ്. ആരായാലും ഒന്ന് നോക്കി പോകുന്ന ലുക്കാണ് വണ്ടിക്ക്. ഇൻഡിക്കേറ്റർ ഇട്ട് ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ, അതായത് റൈറ്റിലേക്ക് തിരിയാനാണെങ്കിൽ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിലേക്ക് ഒതുക്കി കൊടുക്കരുത്. അതൊരു റോങ് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് റൈറ്റിലേക്കാണ് തിരിയണമെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് സിഗ്നലൂടെ കൊടുത്ത്, ഓപ്പോസിറ്റ് വണ്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ കയറുക. പുറകിൽ വരുന്ന ആളുടെ ഉദ്ദേശം നിങ്ങളുടെ ഇൻഡിക്കേറ്റർ, റൈറ്റിലെ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് നിങ്ങൾ പാസ് ചെയ്തതിന് ശേഷം ലെഫ്റ്റിലൂടെ പോകുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ റൈറ്റിലേക്കാണ് തിരിയണമെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിൽ ഒതുക്കി നിർത്തരുത് ഒരു കാരണവശാലും. അത് അപകടങ്ങൾ കൂടുകയുള്ളൂ. നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇടുന്നതുകൊണ്ടോ ആ ഒരു ഇത് കാണിക്കുന്നതുകൊണ്ടോ ഒരു ഉപകാരം ഇല്ലാത്ത രീതിയിലാവും. നിങ്ങൾക്ക് ടേൺ എടുക്കേണ്ട അവസ്ഥയ്ക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് മാന്യമായിട്ട് തിരിയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ അധികം നേരം ഇത് ഓടിച്ചു നടക്കുന്നില്ല. ഇതിപ്പോൾ 2 ദിവസമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ വണ്ടി ഇതിൻ്റെ ഓണർ കയ്യിലാണ്. നമ്മൾ ബൈക്ക് സ്വാപ്പ് ചെയ്തെടുത്തതാണ്. നമ്മളിനി നേരെ കറങ്ങി ഇതിൻ്റെ ഓണറുടെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ്. ആൾക്ക് വണ്ടി കൊണ്ടുപോയെടുത്ത് നമ്മുടെ വണ്ടി എടുത്ത് പോകാനുള്ള പരിപാടിയാണ്. ഇതോ ഇതിവിടെ വെച്ചാൽ മതിയോ? ആണോ ആണോ ഞാനത് ചെയിൻ മാറാറായെന്ന് തോന്നുന്നത്. എന്ന് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പിന്നെ ലൂവ് അടിച്ചു വിട്ടു. വീഡിയോ എടുക്കാൻ വന്ന വീഡിയോ. അപ്പതേ സോ താങ്ക്സ്. ഇങ്ങനൊരു വണ്ടി വിശ്വസിച്ച് 2 ദിവസം തന്നേരുടെ ഇടയിലും. ഇത് വലുതോ, ഒരു കമ്പനിയുടെ തന്നെ, പക്ഷെ 2 സൈസാ. ഇല്ലെന്നേ, ചുമ്മാ ഞാൻ യൂട്യൂബിൽ ഇടാനൊരു വീഡിയോ എടുക്കാൻ വന്ന. അമ്മച്ചിയൊക്കെ വരും കേട്ടോ യൂട്യൂബിൽ. ഞാൻ എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പയ്യെ പോയിക്കോ കേട്ടോ. എന്തായാലും പിന്നെയും താങ്ക്സ്. അത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ മിണ്ടിക്കണം. ഞാൻ കട്ടപ്പനയാണ് അമ്മച്ചി, നത്തയില്ല, എന്നാൽ കട്ടപ്പന അടുത്ത്. എന്നാൽ ഓക്കെ കേട്ടോ, പോയിക്കോട്ടെ കൂട്ടാ. എനിക്ക് ആ ചെയിൻ മാറുമ്പോൾ ആ ചെയിൻ്റെ സ്ലൈഡറും പോയിരിക്കുമെന്ന് തോന്നുന്നു. ഈ ഫ്രണ്ടിലെ സ്ലൈഡർ ഉണ്ടോ, ആ റബ്ബറിൻ്റെ? അത് എന്നാൽ ഓക്കെ ഓക്കെ. ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ എന്തൊരു പൊങ്ങിയാന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നല്ലൊരു ബ്രോ കേട്ടോ. എനിക്ക് പുള്ളിയുടെ ചേട്ടനെടുത്ത വേണ്ടിയാണെന്ന് പറഞ്ഞു. എന്തായാലും ഭയങ്കര സപ്പോർട്ടെന്ന് പറഞ്ഞാൽ നമ്മളോട് ഭയങ്കര സ്നേഹം. എന്തായാലും ഇങ്ങനെ കുറേ പേരെ പരിചയപ്പെടാനുള്ളൊരു അവസരം നമുക്ക് യൂട്യൂബ് കാരണം കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വണ്ടി സ്വാപ്പ് ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഈ ഡ്യൂക്കുണ്ട്. ഇതിൽ പ്രോബബ്ലി എപ്പോഴും ഫുൾ ടാങ്ക് പെട്രോളും ഉണ്ടാവും. ഇത് ഞാൻ കൊണ്ട് തന്നേക്കാം. നിങ്ങളുടെ വണ്ടി എനിക്ക് തരാം. സേഫായിട്ട് നിങ്ങൾ നോക്കുന്നതിലും കാര്യമായിട്ട് തന്നെ ഞാൻ വണ്ടി കയറി നോക്കുന്നതായിരിക്കും.
എനിക്ക് കുറച്ച് മെസ്സേജസ് ഇപ്പോൾ ഒന്ന് പെൻഡിങ് ആയി കിടപ്പുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് മെസ്സേജുകൾ പെൻഡിങ് ആയി കിടക്കുന്നത്. എല്ലാവർക്കും റിപ്ലൈ എന്തായാലും ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒരുപാട് വീഡിയോകൾ ഇനിയും ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ ചെയ്ത സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.